ഇത്രയേ ഉള്ളൂ ഈ പാട്ടിൻ്റെ രീതികൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഏകദേശം മിസ് നിങ്ങൾക്ക് ഈ പാട്ടുകളൊന്ന് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരികയായിരുന്നു. നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ട് വേണം എടുക്കാൻ. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും. മിസ് പിടിച്ചപ്പോൾ ഏതെങ്കിലുമൊക്കെ നോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്ത് പിടിക്കുക. ഏകദേശം കാണിച്ചു തരിക എന്നുള്ളതാണ്. ഇത് ബേസിക്. തീരെ കുട്ടികൾക്ക് തീരെ ഒന്നും അറിയാൻ പാടില്ലാത്തവർ, കുട്ടികളെന്നല്ല പ്രായമുണ്ടെങ്കിലും തീരെ ഒന്നും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് മിസ് ഈ ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കീബോർഡ് പ്ലെയറെ പോലെ അത്രയ്ക്ക് പെർഫെക്ഷൻ നിങ്ങൾ പറ്റി പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് മിസ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ പാട്ടെടുത്തത് ഇവിടെ നമ്മൾ ആരംഭിച്ചല്ലേ, ഇവിടെ ആരംഭിച്ചു, ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു അല്ലേ. ഇവിടുന്ന് ഈ ഡീറ്റിൽ നിന്ന് ഇത്ര സ്വരത്തിൽ ഈ പാട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാട്ട് നമ്മൾ എടുക്കുമ്പോഴേ ഇത് രാഗം നമുക്ക് നോക്കണ്ടേ, ഏത് രാഗമെന്ന്. ഇത് വന്ന് ശുദ്ധ സാവേരി എന്ന രാഗമാണ്. അതായത് 29ാമത് മേളകർത്താ രാഗമായ ശങ്കരാഭരണം രാഗത്തിൻ്റെ ധീരശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിൻ്റെ ജന്യരാഗമാണ് ശുദ്ധ സാവേരി എന്ന രാഗം. ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനം പോകുന്നത് ഇങ്ങനെയാണ്: ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ഗാന്ധാരമില്ല, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, നിഷാദമില്ല, ഷഡ്ജം. പക്ഷേ മിസ് നിങ്ങൾക്ക് ഈ പാട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നത് ഇതിൻ്റെ അകത്ത് ഡിയില. അപ്പോൾ ഡിയിൽ നമ്മൾ എടുക്കുമ്പോൾ ഡി മൈനറായിട്ട് വരുന്ന പോലെ പല ക്ലാസ്സിലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിസ് അത് ഒത്തിരി അങ്ങ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോഴേ നമ്മൾ മിസ് പഠിപ്പിച്ചിട്ടുണ്ടാകുന്ന എഫ് മേജറിൻ്റെ റിലേറ്റീവാണ് ഡി മൈനർ. അപ്പോൾ നമ്മൾ ഈ പാട്ട് ഇങ്ങനെ എടുക്കുമ്പോഴേ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ഈ ഷഡ്ജം നമ്മളിപ്പോൾ ഇതിനകത്തോടുന്നു കേട്ടോ. ഷഡ്ജം ഇതാണ് ഷഡ്ജമെങ്കിലും നമ്മളിപ്പോൾ നോട്ട് കയറ്റിയില്ലേ, ഡി സിയിൽ പിടിക്കുന്നത് നമ്മൾ ഡിയിലാണ് പിടിക്കുന്നത്. അപ്പോൾ ഷഡ്ജം ഇവിടെ വന്ന്, ചതുശ്രുതി ഋഷഭം ഇത് വന്നു, ഗാന്ധാരം വന്നില്ല, എടുക്കുന്നില്ല നമ്മൾ. ഗാന്ധാരം ഈ രാഗത്തിൽ ഇല്ല. പിന്നെ വന്നിട്ട് ശുദ്ധ മധ്യമായിട്ട് ഇത് വരുന്നു, പഞ്ചമമായിട്ട് ഇത് വന്നു, പിന്നെ ചതുശ്രുതി ദൈവതമായിട്ട് വന്നു. അപ്പോൾ കൈഷി നിഷാദം ഈ ഫ്ലാറ്റ് വരണ്ടായോ നമുക്കപ്പോൾ. ഈ നിഷാദം ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഈ ഫ്ലാറ്റ് ഇവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മളല്ലെങ്കിലും നമ്മൾ ഇതിലെ സരിയ, സരിമ, പദസ. അപ്പോൾ നമുക്കിവിടെ നിഷാദം എന്നൊരു നോട്ട് ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ നോട്ട് കയറ്റി പിടിച്ചത് കൊണ്ടാണ് ഈ സ്വരം നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കണ്ടോ. അപ്പോൾ നിങ്ങൾ നീരാടുവാൻ നിലയിൽ നീരാട് എടുക്കുമ്പോഴേ ഇങ്ങനെ എടുക്കും. ഇതുണ്ട്. അപ്പോൾ ഏകദേശം മിസ് കാണിക്കുകയാണ്. എന്തെങ്കിലും നോട്ടുകൾ ചെവിട് വരാനൊക്കെ ഉണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. മിസ് ഇങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മാത്രമേ എടുക്കത്തുള്ളൂ എന്നുള്ള കമ്പൽസറി ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് പാട്ട് കേട്ട് കഴിയുമ്പം മനസ്സിലാകും എവിടെയൊക്കെയോ മിസ്സായിട്ടുണ്ടോ നോട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് എടുക്കുക. ഓക്കെ, ഇത് കണ്ടോണേ. നീരാടുവാൻ അത് നിങ്ങൾ 2 പ്രാവശ്യം എടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും എടുക്കണം. അപ്പോൾ ഇത്ര നിങ്ങൾ എടുത്ത് കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വന്നിട്ട് ഇത് രണ്ടാമത്തെ അനുപല്ലവി വരുമ്പോൾ ഇവിടെ വരും കേട്ടോ. എന്താ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്തല്ലേ,
അപ്പോൾ നമ്മൾ ലാൻഡ് ഇവിടെ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മറ്റേ കോഡ്സ് നിങ്ങൾ നോക്കണ്ടേ. കോഡ്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ DFA ആണ് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിടിക്കാം. അതായത് F മേജർ കോഡ് പിടിക്കാം, പക്ഷേ D മൈനർ കോഡ് പിടിക്കാം, E മൈനർ കോഡ് പഠിക്കുക. ഇങ്ങനെയൊക്കെ പല കോഡുകൾ പഠിക്കാം. നമുക്കൊന്ന് G മേജർ കോഡ് പഠിക്കുക. പക്ഷേ കോഡ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാവോ? ചിലപ്പോൾ നമ്മൾ പിടിക്കുന്ന കോഡ് ഇതിനകത്തുള്ള ഇങ്ങനത്തെ കോഡ്സ് തന്നെ ആയാൽ പോലും ചിലപ്പോൾ ഡിസ്മാച്ചായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിസ് ബോർഡിൽ എഴുതുന്നത് നിങ്ങൾക്ക് കാണാം. B മേജർ കോഡ് എന്നൊക്കെ എഴുതിക്കോ. ബിയുടെ കോഡ്സ് എന്തൊക്കെ വരുമ്പോഴേ അവിടെ B ഉണ്ടായിരിക്കുകയില്ല. പേര് പറയുമ്പോൾ ബിയുടെ കോഡ്സ് എന്ന് പറയും, പക്ഷെ അവിടെ B ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ ഈ 9th നോട്ട് 7th നോട്ടെല്ലാം കയറി വരുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഡിസ്മാച്ച്, അതായത് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ ആ പാട്ടുമായിട്ട് ഒരു മാച്ചായിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത നോട്ടിലേക്ക് മാറ്റിപ്പിടിക്കണം. അത് നിങ്ങളുടെ ഒരു ടാലൻ്റ് ആയിരിക്കണം. അത് മിസ്സിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ മാത്രം എന്നുള്ളതല്ല കേട്ടോ. മ്യൂസിക്കിൽ എപ്പോഴും ഒരു ഫ്ലെക്സിബിളായിട്ട് നമ്മൾ പോകണം. ഇനി നമ്മൾ മിസ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് B നയൻത് ഫ്ലാറ്റ് 5, അതുപോലെ B നയൻത് ഷാർപ്പ് 5. അപ്പോൾ B നയൻത് ഫ്ലാറ്റ് 5 ആണ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? നമ്മൾ ഇങ്ങനെ എടുക്കും. B നയൻത് ഫ്ലാറ്റ് 5-ന് നമ്മൾ Fലേക്ക് കൈവയ്ക്കുക, D ഷാർപ്പ്, C ഷാർപ്പ്, പിന്നെ A ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇത് B നയൻത് ഫ്ലാറ്റ് 5 ആണ്. പക്ഷേ B നയൻത് ഷാർപ്പ് 5 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ജസ്റ്റ് Fലിരിക്കുന്ന ഫിംഗർ എടുത്ത് Gയിലേക്ക് വയ്ക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അപ്പം ഫ്ലാറ്റ് ആകുമ്പോഴേ B നയൻത് ഫ്ലാറ്റ് 5 ആകുമ്പോൾ ഇങ്ങനെ പിടിച്ചു, B നയൻത് ഷാർപ്പ് 5 ആണ് ഇങ്ങനെ പിടിച്ചു. അപ്പോൾ കണ്ടോ, ഇപ്പോൾ B ആണ് കോഴ്സിൻ്റെ പേര് പറയുമ്പോൾ B നയൻത്. എവിടെയാണ് നമുക്ക് B തൊട്ടിരിക്കുന്നത്? ഇവിടെ Aയിൽ തൊട്ടു അല്ലേ? കണ്ടോ, ഇതുപോലെയാണ് ചില സമയത്ത് കോഡ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കോഡ്സുകളായിരിക്കും നമ്മൾ നോട്ടിൽ പിടിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മിസ് ഇങ്ങനെ കാണിച്ചതുകൊണ്ട് ഇത് മാത്രമായിരിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. മാറ്റങ്ങൾ വരാം കേട്ടോ. അപ്പം നമുക്കിനി ബോർഡിൽ മിസ് ചെയ്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. B നയൻത് വിത്ത് ഫ്ലാറ്റഡ് 5th, B നയൻത് വിത്ത് റൈസ്ഡ് 5th, ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ഇത് എഴുതുന്നത് B നയൻത് ഫ്ലാറ്റ് 5th, B നയൻത് ഷാർപ്പ് 5th. ഇതിൻ്റെ ഇതിങ്ങനെ പോകുന്നത്. F കണ്ടോ, F ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ രണ്ടിനും നടുക്ക് വന്നിരിക്കുന്ന 2 നോട്ടാണ് D ഷാർപ്പ് ആൻഡ് C ഷാർപ്പ്. ഫിംഗർ ഇങ്ങനെ 1 2 3 5. മിസ് ചിലപ്പോഴൊക്കെ പഠിക്കുമ്പോൾ മിസ്സിൻ്റെ കൈ ചെറിയ ഫിംഗർ ആയതുകൊണ്ട് മിസ് ചിലപ്പോൾ മാറ്റാറുണ്ട് കേട്ടോ ഫിംഗർ നമ്പർ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന D ഷാർപ്പ്, C ഷാർപ്പ്, A, ഇതിൻ്റെ അകത്തും ഇത് 3 ഉണ്ടല്ലേ, ഇവിടെ മാറിയിട്ടില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താ? ഫ്ലാറ്റിനകത്തുനിന്ന് ഷാർപ്പിലേക്ക് വന്നപ്പോൾ ഇവിടെ കിടന്ന F G ആയിട്ട് മാറി. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പ്രത്യേകിച്ച് നല്ല സാമ്യമുള്ളൊരു മിസ്സിനെ വിളിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.